ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിവാളിൻ്റെ ബുക്കിലെ ഇലുസ്ട്രേഷൻ 16 2023 ഇലുസ്ട്രേഷൻ 16 ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ബേസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ തേർഡ് ഓൾട്ടർനേറ്റീവ് കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ, അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ എമൗണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷനാണെന്ന് മനസ്സിലാവുന്നത്? എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഓവർ സബ്സ്ക്രിപ്ഷനാണെന്ന് മനസ്സിലാവുന്നത് അറിയാമോ? എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അപ്ലിക്കേഷൻ എത്ര, അലോട്ട്മെൻറ്റ് എത്ര. ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത് എത്രയാണ് അപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് നോക്കുക. അപ്പോൾ അപ്ലിക്കേഷൻ റിസീവ്ഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 92,000 ആണ്. അപ്പോൾ ഈ 92,000 ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? അപ്ലിക്കേഷൻ റിസീവ്ഡ് 92,000. ഓക്കെ, അപ്ലിക്കേഷൻ റിസീവ്ഡ് 92ഉം അടുത്തത് നമ്മൾ നോക്കേണ്ടത് അലോട്ടഡ് ഷെയർസ് എത്രയാണെന്ന് നോക്കണം. അലോട്ടഡ് ഷെയർസ് എന്ന് പറയുന്നതും ഓഫേർഡ്, കമ്പനി ഓഫേർഡ്, അതായത് അനുവദിച്ച് കൊടുത്ത ഷെയർസ് എത്രയാ എന്ന് നോക്കുക. അതും ഇതൊക്കെ സെയിം മീനിങ് ആട്ടോ. ഇൻവൈറ്റഡ്, ഇതെല്ലാം സെയിം മീനിങ്ങാണ്. അപ്പോൾ അത് എത്ര ഷെയർസാണ് തന്നിരിക്കുന്നത്? 60,000. അപ്പോൾ അപ്ലിക്കേഷൻ റിസീവ്ഡ് 92ഉം ഓഫർ ചെയ്തിരിക്കുന്നത്, അതായത് കമ്പനി അലോട്ട് ചെയ്തിരിക്കുന്നത് 60,000 ഷെയർസാണ്. ഇങ്ങനത്തെ ഒരു കേസിലാണ് എന്ത് വരുന്നത്? റിസീവ്ഡ് വലുതാണെങ്കിൽ, റിസീവ്ഡ് ആണ് മോറെങ്കിൽ എന്ത് വരും? ഓവർ സബ്സ്ക്രിപ്ഷൻ വരും. മനസ്സിലായോ? റിസീവ്ഡ് ആണ് കൂടുതലാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ വായിക്കാം. രാഘവ് ലിമിറ്റഡ് വാസ് registered with an authorized capital of 10 lakh divided into 1 lakh shares of rupees 10 each. അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓതറൈസ് ക്യാപിറ്റൽ നമ്മൾ മൈൻഡ് ആക്കണ്ട. ഇവിടെ തൊട്ടാണ് ശരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ കമ്പനി ഓഫേർഡ് 60,000. കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് എത്രയാ? 60,000. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? പിന്നെ പേബിൾ ഓൺ 3 അപ്ലിക്കേഷൻ. അപ്പോൾ അപ്ലിക്കേഷൻ മണി 3 ആണ് തന്നിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് മണി 3 ആണ്. അപ്പോൾ അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും 3 ആണ് തന്നിരിക്കുന്നത്. പിന്നെ എന്താ ഒരു പറഞ്ഞ ബാലൻസ് വെൻ റിക്വയർഡ്. നമുക്കിവിടെ ബാലൻസ് വെൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോൾ ചെയ്തോളാം. അതായത് ഫസ്റ്റ് കോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ? ആപ്ലിക്കേഷൻ 92,000 റിസീവ്ഡ് ഓൺ വിച്ച് ഡയറക്ടേഴ്സ് അലോട്ടഡ് ആസ് ഫോളോസ്. താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്ലിക്കൻസ് ഫോർ 40,000 ഫുൾ എന്ന് വെച്ചാൽ 40,000 ഷെയർസ് ചോദിച്ചവർക്ക് ഫുള്ള് അലോട്ട് ചെയ്തു. 50,000 ചോദിച്ചവർക്ക് 40% അലോട്ട് ചെയ്തു. 2,000 ചോദിച്ചവർക്ക് നിൽ. എന്ന് വെച്ചാൽ നമ്മളൊരു ടേബിൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സ്പേസ് ജേർണൽ എൻട്രിക്ക് വിടും. അപ്പോൾ ഹെഡിങ് എന്താ കൊടുക്കണേ? ഇൻ ദ ബുക്ക് ഓഫ് രാഘവ് ലിമിറ്റഡ്. ജേർണൽ എൻട്രി ചെയ്താൽ വേണ്ടി ഞാൻ സ്പേസ് വിടുന്ന കേട്ടോ. ഇൻ ദ ബുക്ക് ഓഫ് രാഘവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഞാൻ അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുകയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ എമൗണ്ട്. എന്നിട്ട് ഞാനിവിടെ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് ഞാനൊരു ടേബിൾ വരയ്ക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് അപ്ലൈഡ് ഷെയർസ് ആണ്. അപ്ലൈഡ് ഷെയർസ്, പിന്നെ അലോട്ടഡ് ഷെയർസ്, പിന്നെ ആപ്ലിക്കേഷൻ റിസീവ്ഡ്, പിന്നീട് ഷെയർ ക്യാപിറ്റൽ. ഒരു കോളം ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്, എക്സസ്. ഇത് നിങ്ങളെ ബുക്കിൽ കാണത്തില്ല, എക്സസ് കോളം. ഇത് നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഞാനത് പിന്നീട് വിവരിക്കുക എന്താണെന്നുള്ളത്. അലോട്ട്മെൻറ്റ്, പിന്നെ ലാസ്റ്റ് ബാങ്ക് ആണ് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തു വെക്കണം. എന്നിട്ടേ നമുക്ക് ജേർണൽ എൻട്രി ഇവിടെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോളമാണ് വരയ്ക്കും. ഇവരെ ഫസ്റ്റ് ഇതിൽ എത്ര അപ്ലൈ ചെയ്തിരിക്കുന്നത്? 40,000. അതായത് ഇവർക്ക് 3 കാറ്റഗറി ആയിട്ട് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ആദ്യത്തേൽ എത്ര അപ്ലൈ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ എമൗണ്ട് എടുത്ത് ചെയ്ത് ആ അപ്ലിക്കൻസിൻ്റെ എത്ര ഷെയർസാണ്, എത്ര ഷെയർസ് ചെയ്തിരിക്കുന്നത്? 40,000 ഷെയർസാണ്. അപ്പോൾ ഞാനത് അതുപോലെ ഇവിടെ എഴുതണം, 40,000 എന്ന് എഴുതണം. ഈ അടുത്തത് രണ്ടാമത്തേത് അപ്ലൈ ചെയ്തിരിക്കുന്നത് 50,000 ആണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇവിടെ 50,000 എന്ന് എഴുതുക. മൂന്നാമത്തേത് അപ്ലൈ ചെയ്തിരിക്കുന്നതോ 2,000 ആണ്. അപ്പോൾ ഞാൻ 3 എന്ന് പറഞ്ഞിട്ട് 2,000 എഴുതുക. ഓക്കെ, ഇതാദ്യം ഞാൻ ഫില്ല് ചെയ്ത് വെക്കുക. അപ്ലൈഡ് ഷെയർസ് ഞാൻ ആദ്യം ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഇനി അലോട്ടഡ് ഞാൻ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ വായിക്കണം എന്താണ് 40,000 ചോദിച്ച ആൾക്കാർക്ക് എത്ര കൊടുത്തു? ഫുള്ള് കൊടുത്തു. എന്ന് വെച്ചാൽ 40,000 ചോദിച്ചവർക്ക് ഫുൾ അലോട്ട് ചെയ്തു എന്നർത്ഥം. അതായത് ഇവിടെയും 40,000 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്താ? 50,000 ചോദിച്ചവർക്ക് എത്ര കൊടുത്തു? 40% കൊടുത്തു. എന്ന് വെച്ചാൽ 50,000 ഇൻറ്റു 40% നമ്മൾ കാണണം. 50,000 40% എന്ന് പറയുന്നത് എത്രയാണ്? 20,000. അപ്പോൾ അത് നമ്മളിവിടെ ഫില്ല് ചെയ്യുക. 20,000 ഫില്ല് ചെയ്യുക. ഇവിടെ 40,000 ആണ്. 40,000 ഇവിടെ 20,000. പിന്നെ അടുത്തത് എന്താ? അടുത്ത ഇതെന്ന് പറയുന്നത് 2,000 ചോദിച്ചവർക്ക് ഒന്നും കൊടുത്തില്ല. അപ്പോൾ അലോട്ടറിൽ എത്ര വരും? നില്ല്. 2 കോളംസ് നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങളിതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ 92,000 വരും. നിങ്ങളെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ 92,000. ഈ സംഭവം തന്നെയല്ലേ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. അതിന് ഇവർ ഡിവിഷൻ തന്നിരിക്കുന്നതാണ് താഴെ. അതാണ് നമ്മൾ അപ്ലൈഡിൽ എഴുതിയത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എന്താ? അലോട്ടഡ് ഷെയർ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 60,000 വരും. അപ്പോൾ ആ 60,000 നമുക്കിതാ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പമാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ കുറേ കോളംസ് വരച്ചിട്ടില്ലേ, അതിന് നമുക്ക് കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം. ഇത് 1 കൊടുക്കാം, ഇത് 2 കൊടുക്കാം, ഇത് 3 കൊടുക്കാം, ഇത് 4 കൊടുക്കാം, ഇത് 5, 6, 7. ഞാൻ നമ്പേഴ്സ് കൊടുത്തു. ഇനി തേർഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഫസ്റ്റ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണിയാണ് എന്ത്? തേർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണി. നമ്മുടെ ഇവിടുത്തെ അപ്ലിക്കേഷൻ മണി എത്രയാ? ₹3. അപ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എത്രയാണ്? 40,000. 40,000 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 1,20,000 ആണ് നിങ്ങളുടെ ആദ്യത്തെ. രണ്ടാമത്തെയോ 50. ഇത് 40,000 ഇൻറ്റു 3 അറിയാൻ വേണ്ടി ഇവിടെ എഴുതുന്നതാണേ. ഇവിടെയോ 50,000 ഇൻറ്റു 3 വരും. അതായത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഏതാ? ഇത് ഇൻറ്റു അപ്ലിക്കേഷൻ മണി ആയ 3. അടുത്തത് 50,000 ഇൻറ്റു അപ്ലിക്കേഷൻ മണി ആയ 3. അങ്ങനെ ഇവിടെ എത്ര വരിക? അപ്പോൾ നിങ്ങൾക്ക് പറയാമോ? 2,000 ഇൻറ്റു 3. മനസ്സിലായോ? അപ്പോൾ എത്ര വരും? 6,000. അപ്പോൾ എത്രയൊക്കെ വന്നു? 1,20,000 പിന്നെ 1,56,000. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? ഇനി അടുത്ത് ഫോർത്ത് കോളം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർത്ത് കോളം എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് കോളം ഇല്ലേ, സെക്കൻഡ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണി. അതാണ് എന്ത്? ഫോർത്ത് കോളം എന്ന് പറയുന്നത്. സെക്കൻഡ് കോളം ഏതാ സെക്കൻഡ് കോളം വരുന്നത്? ഈ കോളം. അപ്പോൾ സെക്കൻഡ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഷെയർ ക്യാപിറ്റൽ കിട്ടും. ഏതാ സെക്കൻഡ് കോളം വരുന്നത്? ഇത്. അപ്പോൾ 40,000 ഇൻറ്റു 3 എത്രയാ? 1,20,000. അതാണ് ആദ്യത്തേൽ വരുന്നത്. അടുത്തത് എന്താ? 2,000 ഇൻറ്റു 3 എന്ന് പറയുന്നത് 60,000. മനസ്സിലായോ?
ശരിക്കും ഈ താഴെ വർക്കിങ്സിൻ്റെ ആവശ്യമില്ല, മനസ്സിലാവേണ്ട താഴെ എഴുതിയത്. താഴത്തെ വർക്കിങ്സിന് ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി ഇവിടെ 1 ഇൻറ്റു അപ്ലിക്കേഷൻ മണിയാണെന്ന്, അതായത് ഇതെല്ലാം ഇൻറ്റു അപ്ലിക്കേഷൻ മണിയാണ് ഇത് കിട്ടുന്നത് നമ്മൾ എഴുതി. രണ്ടാമത്തെ അതുപോലെ തന്നെ അലോട്ടഡ് ഷെയർസ് ഇൻറ്റു അപ്ലിക്കേഷൻ മണിയാണെന്ന് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ സംഭവം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ അത് മായ്ക്കാം. മൂന്നാമത്തെ കേസിൽ നമുക്ക് അപ്ലിക്കേഷൻ റിസീവ്ഡ് 6,000 നേരത്തെ കിട്ടിയായിരുന്നു അല്ലേ? പക്ഷേ എന്ത് വരത്തില്ല ഇവിടെ അലോട്ടഡ് ഷെയർസിന് ഇല്ലായ കാരണം ഇവിടെ ഒന്നും വരത്തില്ല, ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഒന്നും വരത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ നമുക്ക്. അപ്ലിക്കേഷൻ തേർഡ് കോളവും ഫോർത്ത് കോളവും നമ്മുടെ ഫിനിഷായി. ഇനി എക്സസ് എന്ന് പറയുന്നത് 3 - 4 ആണ്. 3യിൽ നിന്ന് 4 മൈനസ് ചെയ്ത് എന്ത് കിട്ടും? എക്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസ് കണ്ടുപിടിക്കാം. 3 എത്ര വരുന്നത്? 1,20,000 ആണല്ലേ. 3 1,20,000, 4 1,20,000, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക? 0. മനസ്സിലായോ? കഴിഞ്ഞില്ലേ? അടുത്തത് എന്താ? അടുത്ത കേസ് എന്ന് പറയുന്നത് 1,50,000 ആണ് സെക്കൻഡ് കേസിൽ വരുന്നത്. എന്ത്? അപ്ലിക്കേഷൻ റിസീവ്ഡ്. ഷെയർ ക്യാപിറ്റൽ 60. ഇപ്പോൾ 1,50,000 നിന്ന് 60 കുറച്ച് എത്ര വരിക? 90,000. ക്ലിയർ ആയോ? 3 - 4 ചെയ്യുക. അപ്ലിക്കേഷൻ റിസീവ്ഡിന് ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കുക. അതാണ് എക്സസ് കോളം. ഈ കോളം ഞാൻ അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങളുടെ ബുക്കിൽ കാണത്തില്ല. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഈ സംഭവം. എന്ത് കണ്ടുപിടിക്കുക, നമ്മൾ അലോട്ട്മെൻറ്റിലോട്ട് എത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നു, റീഫണ്ട് എത്ര ചെയ്യുന്നൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ എക്സസ് കോളം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എത്ര വരിക? 6,000 ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ 6,000 തന്നെ ഇവിടെ വരും. ഇത്രയും മനസ്സിലായോ? ഈ കൺസെപ്റ്റ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് 6ഉം 7ഉം കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. 6ഉം 7ഉം അത് കുറച്ച് ടഫാണ്. നമ്മളതിന് ഒരു ബാഗ് വരയ്ക്കണം ഇവിടെ. ബാഗ് എന്തിനാണെന്ന് വെച്ചാൽ, ലൈക്ക് നിങ്ങൾക്കൊരു ഫോർമുല ഉണ്ട് ആ ബാഗിന്. അലോട്ടഡ് ഷെയർ ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി. ഈ ബാഗ് വരയ്ക്കേണ്ടത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാഗിൻ്റെ ഫോർമുല എന്താ? അലോട്ടഡ് ഷെയർ ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി. ഓക്കെ, ഞാൻ ആദ്യം ഈ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, എന്നിട്ട് ബാഗിലോട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് കേസ് എന്താ വന്നിരിക്കുന്നത്? എക്സസ് 0 ആണെങ്കിൽ നിങ്ങളൊരു മൈൻഡ് ആക്കണ്ട, ഇവിടെ രണ്ടും നിൽ തന്നെ ഇടുക. ഈ ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. എക്സസ് 0 ആണെങ്കിൽ രക്ഷപ്പെട്ടു, അവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അടുത്ത നോക്കിക്കേ, എക്സസ് 90,000 വന്നിരിക്കുന്നത്. എക്സസ് എത്രയാണ് വന്നിരിക്കുന്നത്? 90,000. അപ്പം നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ എന്ത് സംഭവിച്ചു? അതായത് അപ്ലൈഡ് ഷെയർസിലും അലോട്ടഡ് ഷെയർസിലും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ സെക്കൻഡ് കാറ്റഗറി നോക്കുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ നോക്കണം. അതായത് അപ്ലൈ ചെയ്തത് എത്രയാ? 50,000 ഷെയർ. പക്ഷേ അവർ കൊടുത്തത് എത്രയാ? 20,000 ഷെയർ. അപ്പോൾ അപ്ലൈ ചെയ്ത 50,000 അവർ 20,000 കൊടുത്തിട്ടുള്ളൂ. അപ്ലൈഡ് ഷെയറും അലോട്ടഡ് ഷെയറും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്ലൈഡ് ഷെയറും അലോട്ടഡ് ഷെയറും വ്യത്യാസമുണ്ട്. 50,000 ചോദിച്ചപ്പോൾ എത്ര കൊടുത്തിട്ടുള്ളൂ? 20,000 കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രൊറാറ്റ. നമ്മൾ എസ്യൂം ചെയ്യണം പ്രൊറാറ്റയാണെന്ന്. ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, അതായത് അപ്ലൈഡ് ഷെയറും അലോട്ടഡ് ഷെയറും വ്യത്യാസം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് വരയ്ക്കണം? ബാഗ്. നമ്മളുടെ ഈ ബാഗ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്താ ബാഗിൻ്റെ ഫോർമുല? അലോട്ടഡ് ഷെയർ ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി. ഓക്കെ, ആ ബാഗിൻ്റെ ഫോർമുല ഇതിന് ഒപ്പം ഞാൻ എമൗണ്ട് കണ്ടുപിടിക്കാൻ പോവുകയാണേ. ഒന്നും കൂടി, ഇപ്പോൾ ബാഗിൻ്റെ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ എമൗണ്ട് കണ്ടുപിടിക്കണ്ടേ ഈ ഫോർമുല വെച്ചിട്ട്. അലോട്ടഡ് ഷെയർ എത്രയാ? ഈ ഒരു കേസിൽ അലോട്ടഡ് ഷെയർ എത്രയാ? 20,000 ആണ് അലോട്ടഡ് ഷെയർ. അപ്പോൾ ഞാൻ 20,000 എന്ന് ഇവിടെ എഴുതി. ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാ? ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി
എനിക്ക് ക്വസ്റ്റ്യനിൽ എത്ര അലോട്ട്മെൻറ്റ് മണി നോക്കിക്കേ. ക്വസ്റ്റ്യൻ അലോട്ട്മെൻറ്റ് മണി 3 ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഇവിടെ സെയിം ആട്ടോ. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി 3 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അലോട്ട്മെൻറ്റ് മണി ആപ്ലിക്കേഷൻ സെയിം ആണ്. അലോട്ട്മെൻറ്റ് മണി 3 ആണ്. അപ്പോൾ ഞാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. 20,000 ഇൻറ്റു 3 എത്രയാണ്? ₹60,000. അപ്പോൾ എൻ്റെ ബാഗിൽ എത്ര രൂപയുണ്ട്? എൻ്റെ ബാഗ് ഇതാണ് എൻ്റെ ബാഗ് എന്ന് വിചാരിക്കുക. എൻ്റെ ബാഗിൽ എത്ര രൂപയുണ്ട്? 60,000 രൂപയുണ്ട്. മനസ്സിലായോ? പിന്നെ ഈ ബാഗൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗ് വരച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇത് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ നമുക്കൊരു പെട്ടെന്ന് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവാൻ നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആഡ് ആക്കുന്നതാണേ. അപ്പോൾ ₹60,000 ആണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ബാഗിന് ഞാൻ അലോട്ട്മെൻറ്റ് ബാഗ് എന്നാട്ടോ പറയുന്നത്. എന്താണ്? അലോട്ട്മെൻറ്റ് ബാഗ്. അപ്പോൾ എൻ്റെ അലോട്ട്മെൻറ്റ് ബാഗിൽ എത്രയുണ്ട്? 60,000 ഉണ്ട് ബാഗിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബാഗിൽ നിന്ന് എടുത്ത് എഴുതണം. അത് ബാഗിലുള്ള പൈസ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, 60,000. ബാക്കി ഞാൻ എന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്യണം. മനസ്സിലായോ? അതായത് എക്സസ് 90,000 വന്നു. അത് ഞാൻ അലോട്ട്മെൻറ്റ് ബാഗിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ 60 ഉണ്ട്. ഞാനതിവിടെ 60 എടുത്തു. ബാക്കി ഞാൻ റീഫണ്ട് ചെയ്യണം. ക്ലിയർ ആണോ? നിങ്ങളെപ്പോഴും ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്നറിയാം. നിങ്ങൾ ബാഗൊക്കെ ചെയ്ത് ശരിയാണോ എന്നറിയാം. നിങ്ങൾ എപ്പോഴും എന്ത് ചെക്ക് ചെയ്യണമെന്നറിയോ? ഈ അലോട്ട്മെൻറ്റും ബാങ്കും, അതായത് 6th കോളം 7th കോളം എന്ന് പറയുന്നത് 5th കോളത്തിന് ഈക്വൽ ആയിരിക്കണം. 6+7 എന്ന് പറയുന്നത് 5th കോളത്തിന് ഈക്വൽ ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളത് എപ്പോഴും ചെയ്യണേ. ഓക്കെ, ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഇനി 3rd കാറ്റഗറി എന്താ വരുന്നത്? 3rd കാറ്റഗറിയിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നോക്കേണ്ടത്, ഇവിടെ നില്ലാണെന്ന് വിചാരിക്കുക. ഇവിടെ നില്ലാണ് എങ്കിൽ ഇത് നേരെ റീഫണ്ടിൽ കൊണ്ടുപോയിടുക. വേറെ ഒന്നും നോക്കണ്ട, അത്ര എളുപ്പമാണ്. നില്ലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ റീഫണ്ടിൽ കൊണ്ടുപോയിടുക. 3rd കോളം, 4th കോളം, അതുപോലെ 6th 7 ഈ 4 കോളംസ് നിങ്ങൾ ആഡ് ചെയ്യണം. 5th കോളം നിങ്ങൾ ആഡ് ചെയ്യണ്ട. 5th കോളം എന്ത് ചെയ്യണ്ട? ആഡ് ചെയ്യണ്ട. ബാക്കി എല്ലാ കോളം നിങ്ങൾ ആഡ് ചെയ്യണം. മനസ്സിലായോ? 5th കോളം ആഡ് ചെയ്യണ്ട, ബാക്കി എല്ലാ കോളം ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിടുകയാണേ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ 5th കോളം വെച്ച് ബാക്കി എല്ലാ കോളം ആഡ് ചെയ്തിടുക. ഓക്കെ, ഇനി നമുക്ക് ജേർണൽ എൻട്രി ചെയ്താം. ഫസ്റ്റ് എൻട്രി എന്താ വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര എമൗണ്ട് വരുന്നത്? ഈ ടോട്ടലില്ലേ, ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ, അതാണ് ഇവിടെ എഴുതേണ്ടത്. 2,76,000. 2,76,000. അപ്പം നരേഷൻ എന്താ? ബീയിങ് ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. സെക്കൻഡ് എൻട്രി എന്താ വരുന്നത്? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ നമ്മളുടെ ഇതാണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര വരുന്നത്? 2,76,000. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഈ 4th കോളല്ലേ, 4th കോളത്തിൻ്റെ പേരെന്താ? ഷെയർ ക്യാപിറ്റൽ. പിന്നെ നമ്മളുടെ 6th കോളം ടു ഷെയർ അലോട്ട്മെൻറ്റ്. പിന്നെ നമ്മളുടെ 7th കോളം ടു ബാങ്ക്. എന്നിട്ട് അവിടുത്തെ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1,80,000, 60,000, 36,000. അതായത് നിങ്ങളുടെ 4th കോളം, 6th കോളം, 7th കോളം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3rd കോളം. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. 3rd കോളത്തിന് ഈക്വൽ ആയിരിക്കും 4th, 5th, 6th. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് 2 എൻട്രി വരുന്നത്. ഇനി 2 എൻട്രിയും കൂടി ഉണ്ട്. അതായത് ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എൻട്രി. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ.
ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഷെയർസ് ആയിരുന്നു അലോട്ടഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 60 ആണല്ലേ. അപ്പോൾ 60,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി 3 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരും? 1,80,000 1,80,000 വരും. നരേഷൻ എന്താ വരിക? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഷെയർ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ഷെയർ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്ത് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ വന്നിട്ടുണ്ട്. അതായത് ഇതൊന്നൊക്കെ ശ്രദ്ധിച്ച് കണ്ടോ, ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാം, നിങ്ങളിതൊന്ന് വായിച്ചേ. 84,000 were received as allotment money excluding the amount carried from application money. അതായത് ഇവിടെ 84,000 ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 84,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി 84,000 എന്ന്. വേറെ പരിപാടിയൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ തരാറില്ല. അപ്പോൾ ഞാൻ തരാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പ്രത്യേകിച്ച് ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഈ ബാഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ബാഗിൻ്റെ ഫോർമുല നിങ്ങളെപ്പോഴും നിങ്ങളെ മൈൻഡിൽ ആ ഫോർമുല ഉണ്ടായിരിക്കണം. ആ ബാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇത് CBSEൻ്റെ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു.